അപ്പോൾ ഈ കോക്കുന്നുപള്ളിയിലെ പള്ളി കുദാശയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അത് 12-ാം തീയതിയോ മറ്റോ ആണ് നിശ്ചയിച്ചിരുന്നത് ഏപ്രിൽ. പക്ഷേ അത് മാറ്റി 26-ാം തീയതിയാക്കി എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ പള്ളി കുദാശ നടത്തുന്നത് ഇദ്ദേഹമാണ്, അതായത് നമ്മുടെ മാർ തട്ടിലാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പൃഷ്ഠപ്രദർശനവും ഉണ്ടാകും എന്നാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു സുപ്രധാന ദേവാലയമാണ് ഈ കോക്കുന്ന്. അപ്പോൾ കോക്കുന്ന് പള്ളിയിൽ ഇങ്ങനെ പൃഷ്ഠപ്രദർശന കുർബാന നടത്തുവാനുള്ള അവസരമുണ്ടായി, അതിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടി, ഇതിൻ്റെ അകത്ത് നടക്കുന്ന ചരടുവലികളും കുതികാൽ വെട്ടലുകളും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. അതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് തരുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കോക്കുന്ന് പള്ളിയുടെ തൊട്ട് മുൻവശത്ത് തന്നെ ഒരു മൈനർ സെമിനാരി ഉയർന്നു വരുന്നുണ്ട്. അത് പ്രവർത്തനം ആരംഭിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മൈനർ സെമിനാരി ഓസ്ട്രേലിയ സീറോ മലബാർ രൂപതയ്ക്ക്, ആ രൂപതയുടെ കീഴിലുള്ള ഒരു മൈനർ സെമിനാരിയാണ്. അതുതന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കും അല്ലെങ്കിൽ ആത്മായ നേതൃത്വത്തിനും പറ്റിയ വലിയൊരു പറ്റാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. കാരണം പുത്തൂരിൻ്റെ നേതൃത്വത്തിൽ, പുത്തൂരായിരുന്നാൽ അവിടുത്തെ ആദ്യത്തെ മെത്രാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഓസ്ട്രേലിയൻ രൂപത എന്ന് പറയുന്നത് ഒരു കൽദായ രൂപതയായിട്ട് മാറിയിട്ടുണ്ട്. കൽദായ രൂപതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എറണാകുളത്ത് അദ്ദേഹം ചെയ്തു വെച്ച സംഗതികൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ പുത്തൂരും അതുപോലെ തന്നെ മെൽബോൺ രൂപതയും എങ്ങനെ ഈ കോക്കുന്നിൽ വന്നുവിട്ടു എന്നുള്ളതിന് പിന്നിൽ ചില കഥകളുണ്ട്. കഥകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൈപ്രമ്പാടൻ ചാക്കപ്പൻ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മേരിയും. മക്കളില്ലാത്ത ഒരു ദമ്പതികളായിരുന്നു അവർ. ഈ ചാക്കപ്പൻ സാറും ഭാര്യയും അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് ആ സ്ഥലം ചാരിറ്റിക്ക്, അതായത് പള്ളിക്കോ മഠത്തിനോ മറ്റോ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അത് എങ്ങനെയോ മണത്തറിഞ്ഞു നമ്മുടെ മെൽബോൺ മെത്രാനായിരുന്ന ഈ പുത്തൂരൻ. അതിൻ്റെ പിന്നിലും വേറെ കളികളുണ്ട്. അവിടുത്തെ ഒരു പ്രമുഖ വ്യവസായി, ഒരു പാറമട മുതലാളി, എവിടെയുമാണല്ലോ പാറമട മുതലാളി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എങ്ങനെയായാലും പുത്തൂരും അദ്ദേഹത്തിൻ്റെ വികാർ ജനറൽ ഫാദർ ഫ്രാൻസിസ് കോലഞ്ചേരി എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ മാണിക്യമംഗലം NSS സ്കൂളിൽ സത്യത്തിൽ ഒരേ ബെഞ്ചിൽ അടുത്തടുത്ത് ഇരുന്ന് പഠിച്ചവരാണ്. അപ്പോൾ ഈ കോലഞ്ചേരി ഫ്രാൻസിസ് അച്ഛനും പുത്തൂരും കൂടി ഈ ചാക്കപ്പൻ സാറിനെ വളഞ്ഞിട്ട് പിടിച്ച് അവതയും പൂർത്തിയും പറഞ്ഞ് കാല് പിടിച്ച് അദ്ദേഹം മഠത്തിന് കൊടുക്കാതിരുന്ന ഭൂസ്വത്തിൽ നിന്ന് കുറച്ച് ഇവർ വാങ്ങിയെടുത്തു. അങ്ങനെയാണല്ലോ നമ്മുടെ വരാൽ തോമ PVLCയുടെ സ്വത്ത് മോഷ്ടിച്ചെടുത്ത പോലെ കൈയും കാലും പിടിച്ച് ചാരിറ്റിക്ക് എന്ന പേരിൽ എന്ന് പറഞ്ഞ പോലെ ഈ ചാക്കപ്പൻ മേരി ദമ്പതികളുടെ സ്വത്തിൽ ഒരു ഭാഗം ഇവർ വാങ്ങിയെടുത്തു. ചിലപ്പോൾ സ്വർഗത്തിലേക്ക് നേരിട്ട് പാസ് കൊടുക്കാമെന്ന് പറഞ്ഞായിരിക്കും മേടിച്ചത്, അറിഞ്ഞുകൂടാ. മേടിച്ച് കഴിഞ്ഞിട്ട് അവിടെയാണ് ഈ സെമിനാരി തുടങ്ങിയിരിക്കുന്നത്. ഈ സെമിനാരിയിൽ ഓഫ് കോഴ്സ് ഇത് കൽദായ യൂണിവേഴ്സിറ്റിയാണ്, വടവാത്തൂർ സ്റ്റൈൽ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ അത് ഈ കോക്കുന്ന് പള്ളിക്ക് അടുത്ത് തന്നെയാണ്, നേരെ ഓപ്പോസിറ്റാണ് എന്ന് തോന്നുന്നു. അതിനോടൊപ്പം തന്നെ അവിടെ ഓഫ് കോഴ്സ് ഈ കൽദായ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് ഒരു കൽദായ കടന്നൽക്കൂട്. അപ്പോൾ അവരുടെ സ്വാധീനം കൂടാതെ ഈ കോക്കുന്ന് ഇടവകയിൽ കൈയിട്ട് വരാനും അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുവാനായിട്ടും വളരെ ഓഫൺ പുത്തൂർ അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുത്തൂരിന് ഈ സെമിനാരിയുടെ പേരും പറഞ്ഞ്, തൻ്റെ പഴയ രൂപതയായിട്ടുള്ള മെൽബോൺ രൂപതയുടെ പേരും പറഞ്ഞ് അദ്ദേഹത്തിന് അവിടെ ചെല്ലാലോ ഈ സെമിനാരിയിൽ. അപ്പോൾ അവിടുത്തെ വികാരി അച്ഛനായിട്ടും അവിടുത്തെ കുറേ നാട്ടുകാരായിട്ടും മെത്രാൻ്റെ മോതിരം മുത്താനായിട്ടും ആസ് കിസ് ചെയ്യാനായിട്ടും കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, കുറേ അടിമകൾ. അങ്ങനെ അതുപോലെ തന്നെ അവിടുത്തെ നൈപുണ്യയിലെ ഒരച്ഛൻ, ആ വൈദികൻ കൽദായവാദിയാണ്. എഗെയിൻ അദ്ദേഹം ഈ പുത്തൂരിൻ്റെയും ഈ കൽദായ സെമിനാരിയുടെയും ഒക്കെ ആളായിട്ടിങ്ങനെ നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ വൈദികൻ്റെ അമ്മയുടെ അനിയത്തിയെ കെട്ടിയിരിക്കുന്ന ആളാണ് ഈ പാറമട മുതലാളി. അതനുസരിച്ച് പാറമട മുതലാളിയും ഈ കൽദായരുടെ ഒരു സപ്പോർട്ടേഴ്സാണ്. അദ്ദേഹം ഈ കോക്കുന്ന് ഇടവക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അനാവശ്യമായിട്ടുള്ള സ്വാധീനം അവിടെ ചെലുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് കോക്കുന്ന് പള്ളിയെ ഈ രീതിയിൽ കൽദായത്തിലേക്ക് അവർ തിരിച്ചുകൊണ്ടിരിക്കുന്നത്.
കോക്കുന്നും അതുപോലെ തന്നെ കേരളത്തിലുള്ള ബുദ്ധിയുള്ള ചെറുപ്പക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ഓസ്ട്രേലിയക്കാരുടെ, ഈ മെൽബോൺകാരുടെ മൈനർ സെമിനാരിയിൽ ചേരുക എന്നുള്ളത്. 2 കൊല്ലം അവിടെ കുത്തിയിരുന്ന് കുർബാന കണ്ടാലും, മുട്ടുകുത്തിയിരുന്ന് കുർബാന കണ്ടാലും, പ്രൈസ് ദി ലോർഡ് വിളിച്ചാലും, കൽതായ കുർബാന, കുണ്ടി കുർബാന കണ്ടാലും, ഇച്ചിരി പഠിക്കേണ്ടി വന്നാലും, ഒരു പക്ഷേ 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും ഓസ്ട്രേലിയയ്ക്ക് വെറുതെ ഫ്രീ പോകാനായിട്ടുള്ള ഒരു ചാൻസ് ചെറുപ്പക്കാർക്ക് കിട്ടും, ഞാൻ പറയുകയാണ്. അതുകൊണ്ട് അതോർത്തെങ്കിലും കുറച്ച് ചെറുപ്പക്കാർ ഈ സെമിനാരിയിൽ ചെന്ന്, മൈനർ സെമിനാരിയിൽ ചെന്ന് ചേരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഈ കോക്കുന്ന് പള്ളിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ഈ തട്ടിൽ വരുന്നതും അദ്ദേഹത്തിൻ്റെ ഷോ, അദ്ദേഹത്തിൻ്റെ ഈ പൃഷ്ഠപ്രദർശന ഷോ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും സത്യത്തിൽ എൻ്റെ അറിവനുസരിച്ച് പൊതുജനങ്ങൾക്ക്, കോക്കുന്ന് പള്ളിയിലെ ഇടവകക്കാർക്ക് ഇതിൽ അത്ര സന്തോഷമില്ല. ഓക്കെ, കാരണം കോക്കുന്ന് പള്ളിയിലെ പല അംഗങ്ങളും അതുപോലെ തന്നെ ഈ ജനാഭിമുഖ കുർബാനയ്ക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണ്. അവർക്ക് ഇവരുടെ ഈ കളി, ഈ പിന്നിൽ കിടന്നുള്ള കളി അത്രയ്ക്ക് പിടിക്കുന്നില്ല. അവർ ചില ഓർഗനൈസിങ് എല്ലാം നടത്തുന്നുണ്ട്. എന്ത് നടപടികളാണ് എടുക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് അവരെനിക്ക് അറിവ് തരും. 1 മാസത്തിലധികം കൂടി ഉണ്ട് അവിടെ ഈ മഹാസംഭവത്തിന്. ഇതിനിടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ള 1-2 സംഗതികൾ. നമ്മുടെ അൽമായ മുന്നേറ്റം എവിടെയാണ്? എവിടെയാണ് ഷൈജു ആൻ്റണി? എവിടെയാണ് റിജു കാഞ്ഞൂക്കാരൻ? എവിടെയാണ് മറ്റ് പ്രമാണിമാർ എല്ലാം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് അവർക്ക് ഇത്ര പിടിയില്ലാതെ പോയി? അവർ ഈ കൽതായ സ്വാധീനമുള്ള ഈ മെൽബോൺ രൂപത, എറണാകുളം അതിരൂപതയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുവാനായിട്ട് എന്തുകൊണ്ട് അവർ അനുവദിച്ചു കൊടുത്തു? അതുപോലെ തന്നെ ആരാണ് എറണാകുളം അതിരൂപതയിലെ ഏത് പ്രമാണിയാണ് ഈ സെമിനാരി അവിടെ പണിയുവാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തത്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലിമിറ്റിൽ ഇങ്ങനൊരു സ്ഥാപനം വരുമ്പോഴത്തേക്കും അതിന് ആരെങ്കിലും പെർമിഷൻ കൊടുക്കണമല്ലോ. അത് മിക്കവാറും എറണാകുളത്ത് ഒരു മെത്രാനായിട്ടിരിക്കാനായിട്ട് സാധ്യതയില്ല. ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റർ, അതായത് താഴത്തോ അല്ലെങ്കിൽ ഈ പുത്തൂർ തന്നെയോ അല്ലെങ്കിൽ അതിനു മുമ്പിരുന്ന് ആരെങ്കിലും ആയിരിക്കണം. ഏതായാലും ആ ആൾ ചെയ്തത് തെറ്റാണ്. എറണാകുളത്ത്, അതായത് ജനാഭിമുഖ കുർബാനക്കാരുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ആധിപത്യം, ഒരു സ്ഥാപനം സൃഷ്ടിച്ച് ഇവിടെ ശരിക്കും വിഭജനത്തിൻ്റെ വിത്ത് വിതയ്ക്കത്തക്ക രീതിയിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വൈകിയ വേളയിൽ സെമിനാരിയെ പറ്റി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് അസ്. കാരണം അവർക്ക് സ്ഥലം കിട്ടി, അവർക്ക് ഇഷ്ടമുള്ളത് പണിയാം അവിടെ. പക്ഷേ ചെയ്യാവുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രദർശന കുർബാന എങ്ങനെ അവിടെ നടത്താതിരിക്കാം? അതിനെതിരെ എന്തുകൊണ്ട് നമ്മുടെ അൽമായ മുന്നേറ്റം നേതാക്കൾ പ്രതികരിക്കുന്നില്ല? അൽമായ മുന്നേറ്റം എന്തുകൊണ്ട് മുമ്പോട്ട് വരുന്നില്ല? എന്തുകൊണ്ട് അവർ കോക്കുന്നിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നില്ല? അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല? ഇതിലൊക്കെ എന്തൊക്കെയോ വലിയ ദുരൂഹതകൾ ഞാൻ സംശയിക്കുന്നു. എന്തോ കെണിപണി ഉണ്ട്, എന്തോ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഒരുപക്ഷെ അൽമായ മുന്നേറ്റത്തിൻ്റെയും കൂടി മൗനസമ്മതത്തോടെ അല്ലേ ഇത് നടക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെ സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇതിലും ചെറിയ സംഗതികൾക്ക് പ്രതികരിക്കുന്ന അൽമായ മുന്നേറ്റം ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ട് അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇറക്കുന്നില്ല? ഏത് മെത്രാന്മാരെയും നമ്മളുടെ രൂപതകളിൽ ബഹിഷ്കരിക്കുമെന്ന് വീമ്പിളക്കിക്കൊണ്ടിരുന്ന തണ്ണീർമുക്കം പള്ളിയിൽ നിന്ന് താഴത്തലിനെയും ആലഞ്ചേരിയും ഓടിച്ച് നാട് കടത്തിയ അതേ അൽമായ മുന്നേറ്റ നേതൃത്വമാണ് ഇവിടെ ഈ തട്ടിലിൻ്റെ വേഷം കെട്ടിനെതിരെ ശബ്ദിക്കാത്തതും നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്നതും. അതിൽ വളരെ ദുരൂഹതയുണ്ട്, വളരെ സംശയമുണ്ട്. ജനങ്ങൾക്ക് വളരെയധികം ചിന്താക്കുഴപ്പം അതുണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എനിവേ, ഇനി 1 മാസം കൂടിയുണ്ട്, 1 മാസം മിച്ചം. കുന്നിൽ നിന്നുള്ള അറിവനുസരിച്ച് അവർ ചില രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ട്. എങ്ങനെ ഇതിനൊരു തടയിടാം, ഇങ്ങനെ തട്ടിലിന് വേണ്ടിയിട്ട് ഈ പുതിയ പള്ളി തുറന്നു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ആഭാസ തരത്തിന്, അതിനെങ്ങനെ തടയിടാമെന്നുള്ളതിനെപ്പറ്റി അവർ കൂലങ്കഷമായിട്ടുള്ള ആലോചനകൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം ഞാൻ തന്നെ കോക്കുന്ന് പള്ളിയിലെ വികാരിയോടും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളോടും ഞാൻ പറയുകയാണ്. കാരണം നിങ്ങൾ അവിടെ ഈ സെമിനാരി വന്നു എന്ന് കരുതി, ഓക്കെ, മൈനർ സെമിനാരി,
എന്ന് കരുതി കോക്കുന്നുപള്ളി ജനങ്ങളോ ആ ഇടവകയോ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി ആരാധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവർ നമ്മുടെ രൂപതയ്ക്കോ നിങ്ങളുടെ പള്ളിക്കോ ഇടവകയ്ക്കോ ഒരു ഗുണം ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്നതല്ല. ഓക്കെ, അതോ ഈ പണം പാവപ്പെട്ടവരുടെയും വിധവകളുടെയും മക്കളില്ലാത്തവരുടെയും പണം അടിച്ചുമാറ്റി അവരുടെ അതും ഇതും പറഞ്ഞ് അവർ ബ്രെയിൻ വാഷ് ചെയ്ത് പിടിച്ചെടുത്ത പാപത്തിൻ്റെ സ്വത്താണ് ഈ സ്വത്ത്, ശപിക്കപ്പെട്ട സ്വത്താണ് ഈ സ്വത്ത്. ഈ കൈപ്രമ്പാടൻ എന്ന് പറയുന്ന സാറും ഭാര്യയും വിചാരിക്കുന്നത് ഈ സ്വത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഏതാണ്ട് മിഖായേൽ മാലാക അല്ലെങ്കിൽ വിശുദ്ധ പത്രോസ് നൂലെ കെട്ടി ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. എഗെയിൻ എനിക്ക് പറയാനുള്ളത്, ഈ സാറിനോടും മറ്റും എനിക്ക് പറയാനുള്ളത്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതായത് ഇങ്ങനെ പരസഹായം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് വരികിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ കൈപ്രപ്പാടന്മാരെ എനിക്കറിയാം പയ്യപ്പള്ളി, അവരുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ തന്നെ വീടും കുടുംബവും കയറിയെടുക്കാൻ ഒരു വീടോ അല്ലെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലമോ ഒരു ചെറിയ കൂര വയ്ക്കാനൊരു സ്ഥലമോ ഇല്ലാത്തവരെ എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ആ ഭൂമി തുണ്ട് തിരിച്ചു കൊടുത്തു എന്ന് വരികിൽ അവരുടെ പ്രാർത്ഥന തന്നെ എങ്കിലും ഈ ശുദ്ധന്മാരായിട്ടുള്ള ദമ്പതിമാർക്ക് ചാക്കപ്പൻ സാറിനും ഭാര്യയ്ക്കും കിട്ടിയേനെ. അതിനു പകരം നിങ്ങൾ ഇതുപോലെയുള്ള കള്ളപ്പൂളോന്മാർക്ക് ഈ സ്വത്ത് എഴുതി കൊടുത്തിട്ട് അവരവിടെ ഇരുന്ന് കുടുകൂടാ ചിരിക്കുന്നുണ്ടാവും. അവർ നിങ്ങളെ എത്രയോ വിഡ്ഢികളാക്കി പൊട്ടന്മാരാക്കി എന്നുള്ള കാര്യം ഓർത്തിട്ട് അവർ കക്കൂസിലിരുന്ന് പത്രം വായിക്കുമ്പോഴത്തേക്കും അവർ കിടുകിടാ ചിരിക്കുന്നുണ്ടാകും. അത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി ചാക്കപ്പൻ സാറിനും ഭാര്യയ്ക്കും ഇല്ലാതെ പോയി. എനിവേ, ഇപ്പം അത് കുരിശായിട്ട് മാറിയിരിക്കുന്നത് ഈ കോക്കുന്നു പള്ളിക്കാർക്കും അതുപോലെ തന്നെ പരക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുമാണ്. അപ്പോൾ ഈ വൈകിയ വേളയിലെങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, ഈ അൽമായ മുന്നേറ്റം സ്വല്പം എന്തെങ്കിലും ഒരു ചുടുരക്തം അവരുടെ സിറയിൽ കൂടി ഒഴുകുന്നുണ്ട് എന്ന് ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വളരെ നന്നായിരുന്നു, ഒന്ന് കണ്ണു തുറന്നാൽ വളരെ നന്നായിരുന്നു എന്ന് അവരൊരു ബെനഫാക്ടർ, ഒരു അഭ്യുദയകാംക്ഷി എന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.